ഭരണം പിടിക്കാനായിട്ട് CPIM പിണറായി വിജയനും കൂടി ഒരുമിച്ച് നടത്തുന്ന കുറെ PR സർക്കസുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണല്ലോ നമ്മൾ. ഇപ്പൊ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു PR സംഭവമാണ് 80 ലക്ഷം വീടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ക്ഷേമ സർവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങാൻ പോവാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കോളേജുകളിലൊക്കെയുള്ള നമ്മുടെ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ CPM കാരൊന്നും അല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് വലിയ താല്പര്യമില്ലാത്ത പിള്ളേരും ഉണ്ട്. പക്ഷെ അതൊന്നും ഇവർക്ക് ബാധകമല്ല. ആ പിള്ളേരെ ഇറക്കി 80 ലക്ഷം വീടുകളിൽ നേരിട്ട് ചെന്നിട്ട് ഇതുവരെ സർക്കാർ ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് അറിയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമതായിട്ട് ഇനി എന്തൊക്കെയാണ് സർക്കാർ ചെയ്യേണ്ടത്, CPMന് ഭരണം കിട്ടണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇനി സർക്കാർ ഒന്ന് മാറേണ്ടത്, ഇതൊക്കെ ആളുകളോട് ചോദിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു അഭിപ്രായ സർവേയും വിത്ത് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് അറിയാത്ത നാട്ടുകാരെ, അനുഭവിച്ചറിഞ്ഞാലല്ലേ മനുഷ്യർക്ക് അറിയാൻ പറ്റൂ, അറിയാത്ത നാട്ടുകാരെ പറഞ്ഞറിയിക്കുക. അപ്പൊ ഈ ഒരു ദൗത്യവുമായിട്ടാണ് ക്ഷേമ സർവേ വരാൻ പോകുന്നത്. ഭയങ്കര നല്ല കാര്യം തന്നെയാണ്. എപ്പോഴും ഒരു ഭരണാധികാരി തന്റെ പ്രജകളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, നിങ്ങൾ സംതൃപ്തരാണോ, ഞാൻ ചെയ്തതിൽ സംതൃപ്തരാണോ, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നത് വളരെ നല്ലൊരു സംഗതിയാണ്. പക്ഷേ ഇതിനുള്ള ഫണ്ട് എവിടെന്നാ, അതിന് ഉത്തരവില്ല. രണ്ടാമത്, കോളേജുകളിൽ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് എന്തിനാണ് സർക്കാരിന്റെ ഈ പ്രചരണ പരിപാടിക്ക് വേണ്ടി വീടുതോറും കയറിറങ്ങി നടക്കുന്നത്? ഈ ചോദ്യങ്ങളൊന്നും CPMനോട് വേണ്ട. മറ്റേതെങ്കിലും പാർട്ടിക്കാരാണ് ഭരണത്തിലിരിക്കുന്നതെങ്കിൽ അവരാണ് ഇതുപോലെ ഈ കോമൺ ആയിട്ടുള്ള സംഗതികൾ വെച്ചിട്ട് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു PR ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നതെങ്കിൽ ഇവരെതിർക്കും. പക്ഷേ CPMന് ആവാം, CPMന് പലതും കേരളത്തിലാവാം. അപ്പൊ മൂന്നാമതും ഭരണം കൊടുത്ത് ഇതുപോലെ CPMന് ആവാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജനങ്ങളെ.